സ്ഥലം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു തണൽ പ്രദേശം കാണുമ്പോൾ ആളുകൾ റെസ്റ്റ് ചെയ്യാൻ എത്തും, ഇവിടെ ഇരിക്കും. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥ തന്നെയാണ്. പഴകിയ കെട്ടിടമാണ് പൊളിച്ചു മാറ്റാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടെന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ ഇത് പുതിയ കടകളിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലായത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിലവിൽ ഈ കൗൺസിൽ വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടുത്തെ കൗൺസിലറായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയലുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതിനിപ്പോൾ നിലവിൽ പെർമിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഫിറ്റ്നസ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. 70 വർഷമായി ഈ കെട്ടിടം. തീർച്ചയായിട്ടും ഒരിക്കലും 70 വർഷമായിട്ടുള്ള ഒരു കെട്ടിടം ഇവിടെ ഇതേപോലെ നിൽക്കാൻ പാടില്ല. ആളുകൾക്ക് ഭീഷണിയാണത്. ഇത് മാത്രമല്ല, ഇത് ഏറ്റവും കണ്ണായിട്ടുള്ള സ്ഥലത്താണ്. കോഴിക്കോടിന്റെ ബീച്ച്, ഇതിലെ ആളുകൾ പാസ് ചെയ്യുന്നതും തൊഴിലാളികൾ വലിയങ്ങാടിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാവുകയും അത് ഇത്രയും ഒരു അനാസ്ഥയിൽ എത്തുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള 5 പേരെയാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഈ പറയുന്നത്. ഒരാഴ്ച മുമ്പാണ് പുതിയ കടയുടെ ഉദ്ഘാടനം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് പരിശോധിച്ചുകൊണ്ട് ഇതെന്താണ് കോർപ്പറേഷൻ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്ന കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കൗൺസിലിലേക്ക് അത്തരത്തിലൊരു അജണ്ട ഇത് ഇങ്ങനെ ഒരു അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് ഇതെങ്ങനെയാണ് അങ്ങനെ ഒരു അനുമതി നൽകിയത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. ദിവിഷേ, ഇവിടുത്തെ വലിയങ്ങാടിയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിന്റെ കൗൺസിലർ കൂടിയാണ് അഡ്വക്കേറ്റ് നജ്മാർ തെഹ്ലിയ. അവർക്കും ഈ ഇതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ച് വിശദമായ ഡീറ്റെയിൽ ഇല്ല. പക്ഷേ എങ്കിൽ കൂടി പ്രാഥമികമായും അവർ പറയുന്നുണ്ട്, നമ്മളൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 70 വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിന് എങ്ങനെ ഇപ്പോഴും ഇവിടെ ഗോഡൌണുകൾ, ഷോറൂമുകൾ പ്രവർത്തിക്കാൻ അനുമതി നൽകി. അതിലും ഗുരുതരമായ സാഹചര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെ പുതിയൊരു കെട്ടിടത്തിന്, പുതിയൊരു ഗോഡൌണിന് ഇവിടെ അനുമതി ലഭിച്ചു എന്നുള്ളത്. പ്രധാനമായും ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത് പഴകിയ കെട്ടിടമാണെങ്കിൽ കൂടി ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോർപ്പറേഷൻ നൽകേണ്ടതുണ്ട്. കെട്ടിട പ്രവർത്തനാനുമതിയൊക്കെ കോർപ്പറേഷനാണ് നൽകേണ്ടത്. ആരാണ് ഇതിന് അനുമതി നൽകിയെന്നുള്ളതൊക്കെ ഗുരുതരമായ ഗൗരവത്തിലുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ കാലപ്പഴക്കമുണ്ടെങ്കിൽ കൂടി ഗോഡൌണുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ തൊഴിലാളികൾക്കും ഇവിടെ ഒന്നും മാറാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇവിടെ തൊഴിലെടുക്കുന്ന പ്രദേശത്ത് തൊഴിലാളികൾക്ക് നിൽക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ തൊഴിലാളികൾ ഇവിടെ ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടി സ്ഥലം ഉപയോഗിച്ചത്. ഫാത്തിമ തെഹ്ലിയ മരണം 3 എന്ന് പറഞ്ഞു. നമ്മൾ ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെട്ട 2 മരണമായിരുന്നു. അപ്പോൾ 3 മരണം എന്ന് സ്ഥിരീകരിക്കാവുന്നതാണോ? ദിവിഷക്കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ തെഹ്ലിയ അത് കൂടെയുള്ളവർ അവരെ തിരുത്തുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. 2 പേരാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർക്ക് കിട്ടിയ റിപ്പോർട്ടാണോ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ അവർക്ക് 3 എണ്ണത്തിൻ്റെ കണക്കുകൾ മാത്രമേ അവർക്ക് കയ്യിലുള്ളൂ. പേരോ മറ്റു വിവരങ്ങളോ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പ്രാഥമികമായി ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടത് 2 പേരുടെ മരണമാണ്. ജബ്ബാർ, അഷ്റഫ് എന്ന തൊഴിലാളികളാണ്. അവരുടെ ഒരാളിവിടെ ഒരു ലോറി ഡ്രൈവറായിട്ട് പോകുന്ന ആളാണ്, മറ്റൊരാൾ ഇവിടെ ഗോഡൌണിലെ തൊഴിലാളിയാണ്. ഏതായാലും 2 പേരും 20-ഓളം വർഷമായി ഇവിടെ വലിയങ്ങാടി കേന്ദ്രീകരിച്ച് തൊഴിലെടുക്കുന്ന ആളുകളാണ് എന്നാണ് സഹപ്രവർത്തകരായ ആളുകൾ പറയുന്നത്. ഈ ഗോഡൌണിൽ, സമീപത്തുള്ള ഗോഡൌണിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അവരാണ് അപകടത്തിൽപ്പെട്ട 2 മരണമാണ് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഒരാളുടെ നില ഗുരുതരാവസ്ഥയിലുണ്ട്, ഒരാളുടെ നില. പക്ഷേ അക്കാര്യത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട്.